വായ്നാറ്റമുണ്ടോ എന്ന് ആശങ്കയുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് വായ്നാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയില് വായ്നാറ്റം അകറ്റാനുള്ള 7 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നല്ല പോലെ പല്ല് തേക്കുക എന്നുള്ളതാണ്. പല്ല് തേക്കുക മാത്രമല്ല, ഈ ഫ്ലോസിങ്ങും നല്ല പോലെ ചെയ്യുക. ഫ്ലോസിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് മൗത്ത് വാഷ്. നമുക്കൊരു ഫ്രഷ് ബ്രത്ത് കിട്ടാനായിട്ട് ഈ മൗത്ത് വാഷ് നല്ലപോലെ സഹായിക്കും. അതായത് ഭക്ഷണമൊക്കെ ബ്രഷിന് എത്തിപ്പെടാൻ പറ്റാത്ത ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൗത്ത് വാഷിന് അതെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ മൗത്ത് വാഷിന് നല്ലൊരു ഫ്രഷ് ബ്രത്തും നമ്മുടെ ശ്വാസത്തിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൗത്ത് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നാവ്. 90% നമ്മുടെ വായിലെ അണുക്കളും കിടക്കുന്നത് ഈ നാവിലാണ്. നാവിന്റെ പ്രതലം ഡെഡ് സെൽസ്, ഫുഡ് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ബാക്ടീരിയ നിറഞ്ഞിരിക്കുന്നതാണ്. സോ ടങ്ങിനെ നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനി 4, സിഗരറ്റ് അല്ലെങ്കിൽ പുകവലിക്കുക, അതല്ല മദ്യപാനം, അങ്ങനെയുള്ള മറ്റു ദുശ്ശീലങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ മിക്കവാറും ഉള്ള ക്ലിനിക്കുകളിൽ ഇപ്പോൾ ഒരു ടൊബാക്കോ സെസേഷൻ പ്രോഗ്രാം അവൈലബിൾ ആണ്. സോ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇനി 5ാമത്തെ പ്രോബ്ലം, നിങ്ങളുടെ വായില് ഉമിനീര് കുറവാണെങ്കിൽ ഇത് ഒരു വലിയ വില്ലനാണ് ഈ വായ്നാറ്റത്തിന്. സോ ഇതും ഇല്ലാതാകാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അതല്ല, നിങ്ങൾ ഡെഞ്ചേഴ്സ്, അതായത് ഊരി മാറ്റുന്ന സെറ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റക്കമ്പി പോലത്തെ അപ്ലയൻസുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ അപ്ലയൻസുകൾ ഈ ഡെഞ്ചേഴ്സിന്റെ ഉൾഭാഗം, അതായത് നമ്മുടെ തൊലിപ്പുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം നല്ല പോലെ ബ്രഷും സോപ്പും ഉപയോഗിച്ച് ക്ലീൻ ആക്കി വെക്കേണ്ടതാണ്. ബിക്കോസ് ഇത് ചെയ്തില്ലെങ്കിൽ അഗൈൻ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. സോ അതും നമ്മുടെ ഒരു വായ്നാറ്റത്തിന് കാരണമാകും. 7ാമത്തെ റീസൺ അറിയാമല്ലോ, ഇതൊന്നും പാലിച്ചിട്ടും നമ്മുടെ വായ്നാറ്റം മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറിനെ പോയി കാണുക. ബിക്കോസ് ഇത് മാത്രമായിരിക്കില്ല റീസൺസ്, വേറെ കുറച്ച് റീസൺസും കാണും. സോ ഈ റീസൺസ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ കാണാം.